Hello students, welcome to Easy Learning with സുവിത. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പഠന പ്രവർത്തനം വായിക്കാം പറയാം എന്നതാണ്. അതിലെ ആദ്യത്തെ ചോദ്യം, തെങ്ങിൻ്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുമെന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. തെങ്ങിൻ്റെ നാശം നമ്മുടെ ഭാഷയെ നേരിട്ട് ദോഷകരമായി ബാധിക്കും. തെങ്ങുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ വളരെ വിപുലമായ ഒരു പദസമ്പത്തുണ്ട്. ഓല, പട്ട, ഈർക്കിൽ, കൊതുമ്പ്, കരിക്ക്, ഇളനീർ, കൊപ്ര, ചിരട്ട, ചകിരി, മടൽ എന്നിങ്ങനെയുള്ള നിരവധി വാക്കുകൾ നിലനിൽക്കുന്നത് തെങ്ങ് നമ്മുടെ ജീവിതത്തിൻ്റെയും പരിസ്ഥിതിയുടെയും ഭാഗമായതുകൊണ്ടാണ്. തെങ്ങുകൾ നശിച്ചുപോയാൽ ഈ വാക്കുകൾ പ്രയോഗിക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ നാശം മാതൃഭാഷയുടെയും നാശത്തിന് കാരണമാകുന്നു. ഇതിലെ രണ്ടാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം എന്താണ്? ഉത്തരം, മാതൃഭാഷയുമായി നല്ല ബന്ധം നിലനിർത്തുക, അതിൻ്റെ മൂല്യം ചോരാതെ ഉപയോഗിച്ച് സംരക്ഷിക്കുക എന്നതാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള പ്രധാന മാർഗം. മാതൃഭാഷ വഴി നമുക്ക് പരിസ്ഥിതിയെ നന്നായി മനസ്സിലാക്കാനും അതിനെ സംരക്ഷിക്കാനും കഴിയും. രണ്ടാമത്തെ പഠന പ്രവർത്തനം, ഇല്ലാതാവുന്ന വാക്കുകൾ. മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖന ഭാഗം വായിച്ചല്ലോ. നിങ്ങളുടെ നാട്ടിലെ സസ്യങ്ങൾ, പക്ഷികൾ, കൃഷി, ആഹാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ മുതിർന്നവരോട് ചോദിച്ച് കണ്ടെത്തൂ. അവ ഇപ്പോൾ ഉപയോഗത്തിലുണ്ടോ? ഇല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എന്തെല്ലാമാവും? ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ക്രമീകരിച്ച് ചുമർ പത്രിക തയ്യാറാക്കൂ. ചിത്രങ്ങൾ വരച്ചു ചേർത്തും ഉചിതമായ പേര് കൊടുത്തും നിങ്ങളുടെ പത്രിക ഭംഗിയാക്കുമല്ലോ. തയ്യാറാക്കിയ ചുമർ പത്രികകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കണേ. അടുത്ത പഠന പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാനാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കൂ.